നമസ്കാരം. നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും അത്യാവശ്യം അറിയാവുന്ന ഒരു യൂട്യൂബറാണ് മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിലെ കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയുടെ റിയൽ നെയിം ജിസ്ബി എന്നാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാലാണ് കൂടുതൽ പരിചയം. അപ്പോൾ വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒരു ഡെയിലി ബ്ലോഗറാണ് കുഞ്ഞാറ്റ. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോസ് ആയിട്ട് കുഞ്ഞാറ്റ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ കുഞ്ഞാറ്റയുടെ വീഡിയോ കുറേ നാളുകളായിട്ട് കാണാറുണ്ട്. കുഞ്ഞാറ്റയുടെയും ഇച്ചായന്റെയും കല്യാണ സമയം തൊട്ടേ ഇവരുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ നടന്ന ഒട്ടുമിക്ക സംഭവങ്ങളും എനിക്ക് പരിചയമുണ്ട്. കാരണം അവർ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് പരിചയമുണ്ട്. എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കുഞ്ഞാറ്റ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ ഡിവോഴ്സ് ആയി എന്നാണ് ആ പോസ്റ്റിന്റെ ഉള്ളടക്കം. ഒരുപാട് ആലോചിച്ച് വർഷങ്ങളായിട്ട് സഫർ ചെയ്ത് ഇനിയും പറ്റത്തില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത് എന്നാണ് ആ പോസ്റ്റിൽ കുഞ്ഞാറ്റ പറയുന്നത്. കാരണം ഇച്ചായനുമായിട്ട് ഇനി ഒത്തുപോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ആ ഒരു പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ പോസ്റ്റിന്റെ ഇടയിൽ വന്ന 99% കമന്റും കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. കുഞ്ഞാറ്റ എടുത്ത ഡിസിഷൻ നന്നായി, ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഡിവോഴ്സ് ചെയ്യുന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഡിവോഴ്സ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? കുഞ്ഞാറ്റയുടെ ചാനൽ കണ്ടിട്ടുള്ള വ്യൂവേഴ്സ്, കുഞ്ഞാറ്റയുടെ ജീവിതം കണ്ടിട്ടുള്ള വ്യൂവേഴ്സ് എല്ലാവരും അങ്ങനത്തെ കമന്റ് മാത്രമേ ഇടത്തുള്ളൂ. കുഞ്ഞാറ്റയെ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് തോന്നത്തില്ല. അപ്പൊ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് തോന്നി, എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? ജസ്റ്റ് ഒരു ഡിവോഴ്സ്, അവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും, അവര് ഡിവോഴ്സ് ചെയ്തു. അതിനകത്ത് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഇല്ലല്ലോ. പക്ഷേ അതിനിടയ്ക്കാണ് കുഞ്ഞാറ്റയുടെ ഒരു സ്റ്റോറി കാണുന്നത്. അപ്പം ഇതുവരെയും കുഞ്ഞാറ്റ റിയൽ റീസൺ എന്താണെന്നോ അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞാറ്റ ഇപ്പോൾ ഡിവോഴ്സായി, അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ കുഞ്ഞാറ്റ മാൾട്ടയിലാണ്. പഠിക്കാൻ വേണ്ടിയിട്ടും ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടുമാണ് കുഞ്ഞാറ്റ മാൾട്ടയിലേക്ക് വന്നത്. അപ്പൊ കുഞ്ഞാറ്റയുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ ഞാൻ വീഡിയോസ് കാണുമായിരുന്നല്ലോ. അപ്പൊ ഈ കുഞ്ഞാറ്റയുടെ ഇച്ചായന്റെയും കല്യാണം പ്രണയ വിവാഹമാണ്. വീട്ടുകാർ നടത്തി കൊടുത്തതാണെന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ പ്രായത്തിലെ വിവാഹം കഴിച്ചതാണ്. എനിക്കൊന്ന് 21ാമത്തെ വയസ്സിലെങ്ങാണ്ട് വിവാഹം കഴിച്ചതാണ്. എന്നിട്ട് ഇവര് മാറി താമസിക്കുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ വേറെ വീടെടുത്ത് വാടകയ്ക്ക് മാറി താമസിക്കുന്നു. ഈ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ കുഞ്ഞാറ്റയുടെ കഷ്ടപ്പാട് തുടങ്ങിയതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നമുക്ക് ത്രൂ ഔട്ട് അവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും കിടന്ന് കഷ്ടപ്പെടുന്നത് കുഞ്ഞാറ്റയാണ്. ഈ വിവാഹ ജീവിതം മുന്നോട്ട് ഇത്രയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുഞ്ഞാറ്റയുടെ ഹാർഡ് വർക്ക് 100% ഉണ്ടായിരുന്നു. 100% കുഞ്ഞാറ്റ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അപ്പൊ ആദ്യം മുതലുള്ള ചെറിയ ചെറിയ സെനേറിയോസ് ഞാൻ പറയാം. അപ്പൊ ഇവരുടെ കല്യാണം കഴിയുന്നു, ഇവര് വാടകയ്ക്ക് താമസിക്കുന്നു. ആദ്യമൊക്കെ ഈ ഒരു മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിലെ വരുമാനം കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. പിന്നീട് പയ്യെ പയ്യെ പല പല ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുഞ്ഞാറ്റയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. കുഞ്ഞാറ്റ മേക്കപ്പ് പഠിക്കാൻ പോയി. അതിനിടയ്ക്ക് ഒരുപാട് ആൾക്കാരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ വെഡ്ഡിങ് മേക്കപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ബ്രൈഡൽ മേക്കപ്പിന് പോയി. ഈ ബ്രൈഡൽ മേക്കപ്പിന് കുഞ്ഞാറ്റയെ കൊണ്ടുപോകുമ്പോൾ പോലും ഇച്ച എന്ന് പറയുന്ന ഈ ഹസ്ബൻഡ് കാശ് വാങ്ങിക്കുമായിരുന്നു. അതുമാത്രമല്ല, കുഞ്ഞാറ്റയാണ് അവിടെ പണം സമ്പാദിക്കുന്നത്. പക്ഷേ വീട്ടിലൊന്ന് ഹെൽപ്പ് ചെയ്യാനോ വീട്ടുജോലിയിലൊന്ന് കുഞ്ഞാറ്റയെ സഹായിക്കാൻ പോലും ഈ ഇച്ച എന്ന് പറയുന്ന വ്യക്തി ചെന്നിട്ടില്ല. അതിനിടയ്ക്ക് കുഞ്ഞാറ്റ പ്രഗ്നന്റ് ആകുന്നു. ആദ്യത്തെ കുഞ്ഞു വരുന്നു. ഈ കുഞ്ഞുണ്ടായതിനു ശേഷവും വീട്ടിലെ സകലമായ ജോലി ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും കുഞ്ഞാറ്റയാണ്. കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് കടന്ന് കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിനിടയ്ക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോയി. നേഴ്സിംഗ് പഠനം പാതിക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു. അവസാനം രണ്ടാമത് പ്രഗ്നന്റ് ആകുന്നു. ആ പ്രഗ്നൻസി അബോർഷനായി പോകുന്നു. ആ പ്രഗ്നൻസി അബോർഷനായി പോയതിന് കാരണം പോലും ഈ സ്ട്രെസ്സും സ്ട്രെയിനുമാണ് എന്ന് തോന്നിപ്പോകും. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞാറ്റയുടെ വീഡിയോയിൽ മനസ്സിൽ നിൽക്കുന്ന ഒരു വീഡിയോ ഏതാണെന്ന് ഞാൻ പറയാം. കുഞ്ഞാറ്റയുടെ സെക്കൻഡ് പ്രഗ്നൻസി അബോർഷനായി പോകുന്ന സമയത്ത് കുഞ്ഞാറ്റ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ വീട്ടിൽ വന്നിട്ട് എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എല്ലാം വാരി വലിച്ച്, അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി, അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ കാണുന്നത് വാരി വലിച്ച് തുണിയെല്ലാം വാരി വലിച്ചിട്ടേക്കുന്നതാണ്.
എന്നിട്ട് ആ കുഞ്ഞാറ്റ, ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന കുഞ്ഞാറ്റ അതെല്ലാം അടുക്കി പറക്കി വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഞാൻ പലരോടും പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് നോക്കിക്കേ എന്തൊരു കഷ്ടപ്പാടാണ് ആ പെൺകുട്ടിയുടെ. എൻ്റെ പ്രായമാണെന്ന് തോന്നുന്നു, എന്നെക്കാട്ടി ഇളയതാണോ മൂത്തതാണോ എന്ന് എനിക്കറിയത്തില്ല, ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ വളരെയധികം കിടന്ന് കഷ്ടപ്പെടുവാണ്. പെണ്ണ് പോയി സമ്പാദിച്ച് കുടുംബം പുലർത്തുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പെണ്ണാണെന്നുണ്ടെങ്കിലും ആണാണെന്നുണ്ടെങ്കിലും സമ്പാദിക്കാം, കുടുംബം നോക്കാം, അതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷേ നമ്മളൊരു കുടുംബ ജീവിതം അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈക്വലി അവിടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. അത് മണി മാത്രമല്ല, പണത്തിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ, വീട്ടുജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലെങ്കിലും ഒന്ന് സഹായിക്കുക ഭാര്യയെ. പക്ഷെ ഒന്നും സഹായിക്കത്തില്ല, പണിക്കും പോകത്തില്ല, സഹായിക്കത്തുമില്ല, ഫോണിൽ കുത്തി എന്തെങ്കിലുമൊക്കെ ഗെയിമും കളിച്ച് തേരാ പാര നടക്കുന്ന ഒരു ഹസ്ബൻഡ്. അങ്ങനെ ഒരു ഹസ്ബൻഡിനെ നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അങ്ങനെ ഒരു ഹസ്ബൻഡാണ് നമുക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും? ഏറ്റവും ഒടുവിലാണ് കുഞ്ഞാറ്റ, എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് മാൾട്ടയിലേക്ക് പോയത്. മാൾട്ടയിലേക്ക് പോകുന്നത് ഏറ്റവും ലാസ്റ്റ്, എനിക്കിന്ന് കുറച്ച് നാളായതേ ഉള്ളൂ, 5-6 മാസങ്ങളായിട്ടേ ഉള്ളൂ മാൾട്ടയിലേക്ക് പോയിട്ട്. മാൾട്ടയിലേക്ക് പോയതും ആ കുടുംബത്തിന് വേണ്ടിയിട്ടും ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇതിലൊന്നും ഒരു കോൺട്രിബ്യൂഷനും ചെയ്യാതെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്നുള്ള റോള് മാത്രം വഹിച്ച് മുന്നോട്ട് പോകുന്നൊരു ഭർത്താവ്, ആ ഭർത്താവിനെ ഒരു സ്ത്രീക്കും അധിക നാള് സഹിക്കാൻ പറ്റത്തില്ല. എന്തിനാണ് സഹിക്കുന്നത്? സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ വയ്യ, വീട്ടുജോലിയെ സഹായിക്കാൻ വയ്യ, കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു ഹസ്ബൻഡാണ് നമ്മളുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസിഷൻ എടുത്തു പോകും. ഏതായാലും കുഞ്ഞാറ്റ എടുത്ത ഡിസിഷൻ വളരെ കറക്റ്റാണ്. അതുകൊണ്ടാണ് എല്ലാവരും കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ, ഇനി കുഞ്ഞിനെ നോക്കി ഇനി ഭാവിയിൽ എന്ത് വേണോ ആ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കുഞ്ഞാറ്റയ്ക്ക് സാധിക്കട്ടെ. അപ്പോൾ കുഞ്ഞാറ്റ ഇട്ടൊരു സ്റ്റോറിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് കുഞ്ഞാറ്റ ഇട്ട സ്റ്റോറി, ഇൻസ്റ്റഗ്രാമിൽ ഇട്ട സ്റ്റോറിയാണ്. ഇതിനകത്ത് കുഞ്ഞാറ്റ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പല പെൺകുട്ടികൾക്കും ഇച്ച എന്ന് പറയുന്ന ഈ കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡ് മെസ്സേജ് അയക്കുമായിരുന്നു എന്ന്. അതായത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാറ്റ എല്ലാം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സഫർ ചെയ്ത് എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കുന്ന സമയത്ത് കുഞ്ഞാറ്റയുടെ പൈസയിൽ സുഖിച്ച് ജീവിക്കുകയായിരുന്നു ഭർത്താവ്. എന്നാൽ അതിന് നന്ദിയൊന്നും കാണിക്കാതെ പല പെൺപിള്ളാർക്കും മെസ്സേജ് അയക്കുകയാണ്. ഈ ഡിവോഴ്സ് വാർത്ത, ഈ ഡിവോഴ്സിനെ പറ്റിയിട്ടുള്ള പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം പോലും കുഞ്ഞാറ്റയ്ക്ക് പലരും സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുമായിരുന്നു അത്രേ. പക്ഷെ കുഞ്ഞാറ്റയ്ക്ക് മാന്യതയുള്ളത് കൊണ്ട് ഇത്രയും നാളും ആ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല. ഇച്ച എന്ന് പറയുന്ന ആ വ്യക്തിയെ ചളിവാരി എറിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല. ഡിവോഴ്സ് ആയ വാർത്ത അറിയിച്ചു, ഞാൻ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. ഇനി കുഞ്ഞാറ്റെ ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, 1% ആൾക്കാർ ഉറപ്പായിട്ടും കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ പറയുന്നത് ഇപ്പോൾ വെളിരാജ്യത്തേക്കൊക്കെ പോയപ്പോൾ, മാൾട്ടയിലേക്കൊക്കെ പോയപ്പോൾ ഇച്ചായനെ വേണ്ടെന്ന് തോന്നിക്കാണും എന്ന രീതിയിലായിരിക്കും കുറ്റപ്പെടുത്തുന്നവർ പറയുന്നത്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം നമുക്ക് കഷ്ടപ്പെടാം. നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തെ നോക്കുന്നതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു വ്യക്തി വെറും പാരസൈറ്റ് പോലെ നമ്മുടെ ഇടയിൽ കൂടിയേക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ? നമ്മളെ ഒരു രീതിയിലും സഹായിക്കുന്നില്ല. ഇമോഷണലിയോ ഫിസിക്കലിയോ മെന്റലിയോ ഒരു രീതിയിലും നമ്മളെ സഹായിക്കാതെ നമ്മളുടെ ഒപ്പം അറ്റ്ലീസ്റ്റ് ജെന്യുവനായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹോണസ്റ്റ് ആയിട്ട് ലോയലായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സഹിക്കാം. പക്ഷേ ഇവിടെ ലോയൽറ്റി പോലും ഇല്ല. ചതിച്ചുകൊണ്ട് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് പിന്നെ കൂടെ കൂട്ടാൻ തോന്നത്തില്ല. അപ്പോൾ കുഞ്ഞാറ്റ എന്ന് പറയുന്ന സ്ത്രീ എടുത്ത ഡിസിഷൻ വളരെ കറക്റ്റാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഇതേ രീതിയിൽ റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എടുത്ത് മുന്നോട്ട് പോകാൻ കുഞ്ഞാറ്റയ്ക്ക് സാധിക്കട്ടെ.